ഇനി ഏത് കാലത്താണ് ഇന്ത്യ മരൈറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്യാൻ പോകുന്നത്? ദിസ്മി ഡോക്ടർ എഡു മരൈറ്റൽ റേപ്പ് നടത്തി ഭാര്യ മരിച്ച കേസിൽ വളരെ സുപ്രധാനമായ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. ഭർത്താവിനെ വെറുതെ വിടാൻ കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ സമ്മതമില്ലാതെയുള്ള വൈവാഹിക ലൈംഗിക അതിക്രമങ്ങൾ ഒരു കുറ്റകൃത്യമേയല്ല. നെറ്റാണെന്ന് പറയാൻ പോകുന്നേ ഉള്ളൂ. 15 വയസ്സിന് മുകളിലുള്ള ഭാര്യയോട് ചെയ്യുന്ന ഏതു തരത്തിലുള്ള കൺസെന്റ് ഇല്ലാത്ത ലൈംഗിക അതിക്രമവും ഇനി ഭാര്യ ചത്താലും ശരി ശിക്ഷിക്കാൻ ഇന്ത്യയിൽ വകുപ്പില്ല. 15 വയസ്സല്ല. എന്തായാലും പ്രധാനമന്ത്രി നാരി ശക്തി യോജനയിൽ നിന്ന് ആദ്യത്തെ ശക്തി മുഴുവനും എടുത്ത് അശക്തമായ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. മാരേജ് റേപ്പ് കുറ്റകരമാക്കണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യം കൂടെയല്ല എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. ഇത് തന്നെ വാർത്തയായത് ആനൽ സെക്സ് എന്നുള്ള മസാല ഉള്ളത് കൊണ്ടും ആ സ്ത്രീ മരിച്ചത് കൊണ്ടും അല്ലേ. ഹോമോസെക്ഷൽസ് കൺസെന്റോട് കൂടി സെക്സിൽ ഏർപ്പെടുന്നെന്നും പറഞ്ഞ് ആനൽ സെക്സിൽ ഏർപ്പെടുന്നെന്നും പറഞ്ഞ് വാളെടുത്ത് വരാറുള്ള ആരും ഒന്നും പറയുന്നില്ല. ആണുങ്ങൾ ആരെങ്കിലും ഇതിനെതിരെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പാവാടയാവും. സ്ത്രീകൾ ആരെങ്കിലും ഇപ്പൊ ഇതിന് താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫെമിനിറ്റിയാവും. എന്തെങ്കിലും ആവട്ടെ, ബുള്ളിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് പറയുന്ന ഒരു ക്ലാസ് എസിക്ക് പാരന്റിങ് കമ്മ്യൂണിറ്റി നടത്തുന്നുണ്ട്. പറ്റുമെന്ന് പങ്കെടുക്കുക, അവരെങ്കിലും രക്ഷപ്പെടട്ടെ. ഭർത്താവ് തന്നെ ബുള്ളിയാകുമ്പോ ഇവിടെ നിന്ന് രക്ഷപ്പെടാല്ലേ.